PCOS ഉള്ള സ്ത്രീകളിൽ 70% ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകും. എന്നിട്ട് പല സ്ത്രീകളും അതറിയാതെ പോവുകയാണ്. മുഖക്കുരു വരും, വെയിറ്റ് ഗെയിൻ ആവും, ജോ ലൈനിൽ ആക്നേസ് വരും, മുഖത്ത് അനാവശ്യ രോമ വളർച്ച കൂടും, വയറിന്റെ ഭാഗത്ത് കൊഴുപ്പടിയും. പലരും ഇതെല്ലാം വേറെ വേറെ പ്രോബ്ലം ആണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ എല്ലാം പിന്നിൽ ഒരൊറ്റ കാരണമാണുള്ളത്. അതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. സ്ത്രീകൾക്കായിട്ടുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് അവയർനെസ് സീരീസിന്റെ 6ാമത്തെ എപ്പിസോഡാണ് ഇവിടെ നമ്മൾ PCOSഉം ഇൻസുലിൻ റെസിസ്റ്റൻസും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം മനസ്സിലാക്കേണ്ടത് PCOS എന്നത് ഒരു പീരീഡിന്റെ പ്രശ്നം മാത്രമല്ല എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ ഹോർമോണൽ ഹെൽത്തിനെയും മെറ്റബോളിക് ഹെൽത്തിനെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു രോഗമാണ്. അതായത് നിങ്ങളുടെ ശരീരത്തിൽ ആവശ്യത്തിൽ കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് PCOS ഉള്ള സ്ത്രീകളിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാണപ്പെടുന്നത്. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുമ്പോൾ ശരീരത്തിലെ സെൽസ് ഇൻസുലിനോട് പ്രതികരിക്കാതെ വരും. ഈ അവസ്ഥയിൽ ശരീരത്തിന് കൂടുതൽ അളവിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കേണ്ടതായി വരും. ഇങ്ങനെ ബ്ലഡില് ഉയർന്ന അളവിൽ ഇൻസുലിൻ ഉണ്ടാവുമ്പോൾ ഓവറീസ് അതിനോട് പ്രതികരിക്കും. അതായത് ഓവറീസ് കൂടിയ അളവിൽ ആൻഡ്രോജൻ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് നിങ്ങൾക്ക് ഫേഷ്യൽ ഹെയർ ഗ്രോത്ത്, ആക്നെ, ഹെയർ ഫോൾ, വെയിറ്റ് ഗെയിൻ, ഇറഗുലർ ഓവുലേഷൻ എന്നിവയ്ക്ക് കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരാളിൽ ഈ പല പല സിംറ്റംസും ഒരേ സമയം കാണുന്നത്. മറ്റൊരു പ്രധാന കാര്യം, ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ ബോഡിയിൽ കൂടുതൽ കൊഴുപ്പ് ശേഖരിച്ചു വെക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് വയറിന്റെ ഭാഗത്ത്. ഇതുകൊണ്ട് തന്നെ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാണ് പല സ്ത്രീകളും ഞാൻ വളരെ കുറച്ച് ഭക്ഷണമേ കഴിക്കുന്നുള്ളൂ എന്നിട്ട് ഞാൻ വെയിറ്റ് കൂടുകയാണ് എന്ന് വിഷമിച്ചിരിക്കുന്നത്. PCOS ഉള്ള എല്ലാ സ്ത്രീകളിലും അമിതവണ്ണം ഉണ്ടാവണമെന്നില്ല. പുറമേ നിന്ന് സ്ലിമ്മായി തോന്നുന്ന പല സ്ത്രീകൾക്കും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകാം. ഇൻസുലിൻ റെസിസ്റ്റൻസ് മെച്ചപ്പെടുമ്പോഴാണ് നിങ്ങളുടെ വെയിറ്റ് റെഡ്യൂസ് ആവുന്നതും, ബെല്ലി ഫാറ്റ് കുറയുന്നതും, ആക്നെ, ഹെയർ ഫോൾ പോലെയുള്ള സിംറ്റംസ് ഇംപ്രൂവ് ആവുന്നതും, ഫേഷ്യൽ ഹെയറിന്റെ ഗ്രോത്ത് റേറ്റ് കുറയുന്നതുമെല്ലാം. ഇൻസുലിൻ റെസിസ്റ്റൻസ് മാനേജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓവുലേഷൻ കൂടുതൽ റെഗുലർ ആവാനും റെഗുലർ പീരീഡ്സ് വരാനുമുള്ള സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് തന്നെ PCOS ഉള്ള സ്ത്രീകൾ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ ഗൗരവമായിട്ട് കാണേണ്ടതുണ്ട്. അടുത്ത വീഡിയോയിൽ PCOS ഉള്ള സ്ത്രീകൾക്ക് എന്തുകൊണ്ടാണ് ജോ ലൈനിൽ വലിയ ആക്നേസ് വരുന്നതെന്ന് പറഞ്ഞു തരാം. ഈ സിസ്റ്റിക് ആക്നേസ് ഒരേ സ്ഥലത്ത് തന്നെ വീണ്ടും വീണ്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, അതിന് ഇൻസുലിൻ റെസിസ്റ്റൻസുമായി എന്താണ് ബന്ധമെന്ന് വിശദമായിട്ട് പറയുന്നതായിരിക്കും. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് അവയർനെസ് സീരീസ് മിസ് ആവാതിരിക്കാൻ അക്കൗണ്ട് ഫോളോ ചെയ്തോളൂ.